കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇത്തവണ ഹജ്ജിന് പോകാൻ ചിലവേറും. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ടിക്കറ്റ് നിരക്ക് കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നവർ നൽകേണ്ടി വരും. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുക. തീർത്ഥാടകരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ഹജ്ജിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വിമാന സർവീസിനായി ടെൻഡർ ക്ഷണിച്ചിരുന്നു. വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ നിയന്ത്രണമുള്ളതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്താൻ തയ്യാറായിട്ടുള്ളത്. നെടുമ്പാശ്ശേരിയും കണ്ണൂരും സൗദി എയർലൈൻസാണ് സർവീസ് നടത്തുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നതിൽ പകുതിയിലധികം പേരും കരിപ്പൂരാണ് എംബാർക്കേഷൻ പോയിന്റായി നൽകിയിരിക്കുന്നത്. അതിനാൽ വലിയൊരു വിഭാഗം വിശ്വാസികൾക്ക് വിമാന ടിക്കറ്റ് ഇനത്തിൽ മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നും പോകുന്നതിനേക്കാൾ 75,000 രൂപ അധികം നൽകേണ്ടി വരും. വിഷയത്തിൽ ഇടപെടണമെന്നും വീണ്ടും ടെൻഡർ നടത്തണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ഹജ്ജ് കാര്യമന്ത്രി സ്മൃതി ഇറാനിക്ക് മലപ്പുറം എംപിയും കരിപ്പൂർ വിമാനത്താവള ഉപദേശക സമിതി ചെയർമാനുമായ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി കത്തെഴുതി. ഹജ്ജ് യാത്രക്കാര് കരിപ്പൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നവര് വളരെ വലിയ വിഷമം നേരിടേണ്ടി വരും. വലിയ സാമ്പത്തിക ബാധ്യത അവർ അതിന്റെ പേരിൽ താങ്ങേണ്ടതായിട്ട് വരുമെന്നുള്ളത് മാത്രമല്ല അത് വിവേചനമാണ്, അത് അനീതിയാണ്. ഇങ്ങനെ വരുമ്പോ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് എന്ന ഉപകാരം, ആ പ്രയോജനം പോലും കരിപ്പൂരിൽ നിന്ന് ലഭ്യമാകാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജിന് പോയി വരാൻ സൗദി എയർലൈൻസിൽ 86,000 രൂപയും കണ്ണൂരിൽ നിന്നും 89,000 രൂപയുമാണ് ഈടാക്കുന്നത്. എന്നാൽ കരിപ്പൂരിൽ നിന്നും എയർ ഇന്ത്യ 1,65,000 രൂപയാണ് ഈടാക്കുക. ഹാജിമാർക്ക് 53 കിലോ ലഗേജ് കൊണ്ടുപോകാൻ സൗദി എയർലൈൻസ് അനുമതി നൽകുന്നു. എയർ ഇന്ത്യയിൽ 37 കിലോയ്ക്ക് മാത്രമാണ് അനുമതിയുള്ളത്. പ്രശ്നത്തിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇടപെടുമെന്നാണ് പ്രതീക്ഷ. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാജിദ് അജ്മൽ തന്നെ ചേരുന്നുണ്ട്. സാജിദ്, ഗുഡ് മോർണിംഗ്. സാജിദ്, റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം വലിയ ബുദ്ധിമുട്ട് തീർത്ഥാടകർ നേരിടേണ്ടി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കണ്ണൂരിനേക്കാളും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനേക്കാൾ കൂടുതൽ പൈസ കരിപ്പൂരിൽ നിന്ന് പോകേണ്ടി വരുന്ന തീർത്ഥാടകർ നൽകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? രശ്മ, അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച ടെൻഡർ ക്ഷണിച്ചത്. ഈ ടെൻഡറിൽ പങ്കെടുത്തത് കരിപ്പൂരിൽ നിന്ന് ആകെ ഈ സർവീസ് നടത്താൻ തയ്യാറായിട്ടുള്ളത് എയർ ഇന്ത്യ മാത്രമാണ്. എന്നാൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമെല്ലാം തന്നെ സർവീസ് നടത്തുന്നത് സൗദി എയർലൈൻസ് ആണ്. സൗദി എയർലൈൻസിന്റെ വലിയ വിമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ഹാജിമാരെ 350-ലധികം ഹാജിമാരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ കരിപ്പൂരിൽ നിന്ന് ഈ 120 ഈ രീതിയിലാണ് ഹാജിമാരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ വിമാന കമ്പനിക്ക് ഈ റേറ്റ് കുറച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത്. 86,000 രൂപയും അതുപോലെ തന്നെ 89,000 രൂപയും എല്ലാമാണ് കണ്ണൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും. ഇവിടെ വരികയാണെങ്കിൽ കരിപ്പൂരിൽ നിന്നാണെങ്കിൽ 1,65,000 രൂപയാണ് ഈ ടിക്കറ്റ് നിരക്കിൽ മാത്രം നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ലഗേജ് കൊണ്ടുപോകുന്നതിനും കരിപ്പൂരിൽ നിന്ന് ഈ കുറഞ്ഞ അളവിൽ മാത്രമേ 37 കിലോ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഈ തരത്തിൽ എല്ലാ തരത്തിലും ഈ പ്രതിസന്ധിയാണ് കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ഒരു 15,000 ആളുകളാണ് ഇത്തവണയും ഹജ്ജിന് ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകാനുള്ള ഒരു സാധ്യത ഉള്ളത്. കഴിഞ്ഞ തവണ 14,000-ൽ അടുത്ത ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പകുതിയോളം ആളുകൾ പ്രധാനപ്പെട്ട ഈ മലബാറിലെ ജില്ലകളിലെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, അതുപോലെ തന്നെ വയനാട് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ കൂടുതലായും ഈ കരിപ്പൂരിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പകുതിയോളം തീർത്ഥാടകരും ഈ ഇരട്ടി പണം കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിന് ഇനി പരിഹാരം കാണണമെങ്കിൽ റീടെൻഡർ ചെയ്യേണ്ടി വരും. അതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ തന്നെ ഈ സ്ഥലം MPയും കരിപ്പൂർ വിമാനത്താവള ഉപദേശക സമിതി ചെയർമാനുമായ MP അബ്ദുസമദ് സമദാനി ഉൾപ്പെടെയുള്ള ആളുകൾ സ്മൃതി ഇറാനിയോട്, ഹജ്ജ് കാര്യ മന്ത്രി സ്മൃതി ഇറാനിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാർ ഇതിന് ഒരു അനുഭവപൂർവമായ ഒരു തീരുമാനം